സന്തോഷ വാർത്ത. ഈ പമ്പ് നമ്മുടെ പേര് എഴുതി തന്നിട്ട് മോലാളി കരകാട്ടത്തിന് പോണു. അതല്ലേ കരകാട്ടത്തിന് പോണല്ലടാ. പിന്നെ ഈ കരകാട്ടമൊക്കെ ആയിട്ട് ഞാനിവിടെ എത്ര ബാറിൽ പെട്രോളും ഡീസലും അനധികൃതമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. നീ അന്നേരം എന്നെ കളിയാക്കിയില്ലേ? ഇപ്പൊ മനസ്സിലായ? എല്ലാ ദിവസവും പെട്രോളും ഡീസലിനും വില കൂടിയല്ലേ? എനിക്ക് സന്തോഷം വരുമ്പോ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നേക്കുന്ന പുതിയ ഐറ്റംസ് ആണ് ചിയർ ഗേൾസ്. അത് ശരി. എനിക്ക് സന്തോഷം വരുമ്പോ ഇവിടെ ഞാൻ ഡാൻസ് കളിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുവാ. പിന്നെ ദൈവം അനുഗ്രഹിച്ചാൽ മതിയായിരുന്നു. എന്റെ പെട്രോളിയം ഭഗവാനെ, ഈ 35-40 തൊട്ട് കൂട്ടാതെ ഒറ്റടിക്ക് ഒരു 200 രൂപ കൂട്ടാങ്കി ഞാൻ ഈ പമ്പിന്റെ മുതലാളി നിലയ്ക്ക് ഒരു തേങ്ങ ഞാനിവിടെ ഉടച്ചേക്കാമേ. ഇനി പോക്കോ, ഞാൻ വിളിക്കുമ്പോ ചേട്ടാ ഞാൻ സ്ഥലം കാണിച്ചു വിളിക്കുമ്പോ എനിക്ക് സന്തോഷം വരുമ്പം ആടാനുള്ള ഡാൻസ് ആണ് അവർ ചിയർ ഗേൾസ്. നിനക്ക് സന്തോഷം വരുമ്പോ അല്ല കേട്ടോ. അതാണ് കുഴപ്പമാണ് മോലാളി. മോലാളി വന്നാ ഞാനേ മോലാളിയോട് ഒരുപാട് ദിവസമായിട്ട് സംശയം ചോദിക്കണമെന്ന് വിചാരിച്ചു. അതായത് ഈ എണ്ണ എവിടുന്നാണ് കിട്ടുന്നത്? എണ്ണ നീ രാവിലെ റേഷൻ കാർഡുമായിട്ട് റേഷൻ കട ചെന്നാൽ മതി, അവിടെ നിന്ന് കിട്ടും. എണ്ണപ്പാടം ഗൾഫിൽ നിന്നല്ലേ? അവിടെ എണ്ണപ്പാടങ്ങളുണ്ട്. ഇതൊന്നും അറിയാതാണ് പമ്പിലേക്ക് അതല്ല ഞാൻ ചോദിച്ച മോലാളി മനസ്സിലായിട്ടില്ല. എണ്ണ എവിടെ നിന്ന് ഒരു പമ്പിലേക്ക് നിനക്കറിയില്ലടാ. ഇവനെ പറഞ്ഞു വിടണം കേട്ടോ. എണ്ണ എവിടെ നിന്നാണ് കിട്ടുന്നത്? 24 മണിക്കൂർ പെട്രോൾ അടിക്കുന്നവന് ഓടാ. ഇത് ഈ എണ്ണ ഈ പാടത്ത് ഇത് എങ്ങനെ കൊയ്യും? അത് രാവിലെ സുന്ദരികളായ അറബി പെണ്ണുങ്ങൾ നല്ല തല തോർത്തൊക്കെ കെട്ടിട്ട് ഒരു കൊയ്ത്തിന് വളമായിട്ട് പാടത്തു പോകും. എന്നിട്ട് ഇങ്ങനെ ഞാറ് പിടിച്ച് കൊയ്യണ പോലെ ഇതിങ്ങനെ കൊയ്തെടുത്ത് ഈ ഒരു അണ്ടാവിലിടും. അവിടെ കിടന്ന് ഊറി എണ്ണ വരും. എടാ അവിടെ എണ്ണ കിണറാണടാ. ചെന്ന് മേടിച്ച് പൊട്ടൻ ചോദ്യമാണ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചു മോലാളിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ക്ലിയർ ചെയ്ത് തരാം. മോലാളി, അതായത് ഈ എണ്ണ പാടമല്ലേ അവിടെ പാടം? അപ്പൊ ഈ സത്യത്തിൽ ഈ എണ്ണ പാടം എന്നല്ലല്ലേ പറയണ്ട, നമ്മൾ എണ്ണ കിണറെന്നല്ലേ പറയണ്ട? അതാകുമ്പോ ബക്കറ്റ് വെച്ച് നമുക്ക് കോരിയെടുക്കാം. കേട്ടാ ഞാൻ ചോദിച്ചത് മോലാളിക്ക് മനസ്സിലായിട്ടില്ല. കറക്റ്റായിട്ട് ചോദിച്ചിട്ട് വരാം. മോലാളി അത് വിടും. നമ്മൾ ഈ കേരളത്തിൽ എങ്ങനെയാണ് എണ്ണ കിട്ടുന്നത്? കേരളത്തിൽ നിന്ന് കുറച്ച് തേങ്ങ ഉണക്കണം. ഉണക്കിട്ട് ഒരു ചാക്കി കെട്ടി ഒരു ആട്ടുമില്ലി കൊണ്ടുവരണം. അപ്പൊ അവർ ആട്ടി എണ്ണ ഇങ്ങ് തരും. അതിന് കുറച്ചെടുത്ത് നിന്റെ തലയെ വെക്കണം. തിരുന്ന് നല്ലോണം ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ നിന്റെ തലക്ക് സുഖയില്ലായ്മ മാറി കിട്ടും. നീ മര്യാദക്കൊക്കെ ഒന്ന് വർത്താനം പറയണം. വെറുതെ ആവശ്യമില്ലാത്ത അവന്റെ പറയിപ്പിക്കുന്നതിനെ കൊണ്ട് സംഭവിച്ചു. ഈ ചുരുളിന്ന് സിനിമ നീ കണ്ടിട്ടില്ല? അയ്യോ അതിൽ തുടങ്ങുമ്പോൾ അവസാനം വരെ തെറിയാണല്ലോ, പൂരത്തെറിയില്ലേ? അതിപ്പോ ഇവനെ നേരിട്ട് വിളിക്കണമെങ്കിൽ 2.5 മണിക്കൂർ വേണം. ഇതാകുമ്പോ അവന് ചുരുളി എന്ന് പറയുമ്പോ മനസ്സിലാകും ഞാൻ അവനെ വിളിച്ചെന്നുള്ള കാര്യം. മോലാളിയുടെ പേര് മുരളി എന്നല്ലേ? ആണെങ്കിൽ അപ്പൊ ആ മാറ്റി ചൂ ആയിരുന്നെങ്കിൽ എനിക്ക് ബഹുമാനത്തോടെ എപ്പോഴും മോലാളിയാ ചുരുളി മോലാളി ചുരുളി മോലാളി. പെട്രോളിയം മോനെ ഞാൻ ഒറ്റ കയറ്റി വെച്ചതാണല്ലോ. ഇവിടെ ഒന്ന് മര്യാദക്ക് പണിയെടുത്തോളാം കേട്ടോ. ഇപ്പോഴും ഞാൻ പറഞ്ഞ മോലാളി മനസ്സിലായിട്ടില്ല. അതാണ് ചുരുളി എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. എന്തോ എവിടെയായിരുന്നത്? ഇവിടെ മോലാളി രാവിലെ കരകാട്ടവും വിഷയങ്ങളോട്ട് ഇരിക്കണം. അതാ സമയം കിട്ടിയില്ല. പിന്നെ ഏട്ടാ നമ്മുടെ കല്യാണത്തിന് അച്ഛൻ സമ്മതിച്ചു. ഞങ്ങളുടെ കല്യാണത്തിന് അവിടെ അച്ഛൻ സംഭവിച്ചു. അതാണ് ഞാൻ അമ്പും ബില്ലും പോലെ നിന്ന മനുഷ്യനാണ്. ഇത് എങ്ങനെ സംഭവിച്ചു? എന്റെ ഏട്ടാ അച്ഛന്റെ കൂട്ടുകാരനെ ഫോൺ ചെയ്യുന്നത് ഞാൻ രഹസ്യമായിട്ട് കേട്ട്. എന്തോ പറഞ്ഞറിയോ? ഏട്ടൻ ഇപ്പൊ ഏതോ വിലയുള്ള സ്ഥാപനത്തിലാ ജോലി ചെയ്യുന്നതെന്ന് പറയും. കാരണം എന്താണ്? ഞാൻ പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്യുന്നത്. ഇങ്ങോട്ട് വന്നേ. അടങ്ങി നിൽക്ക്. പിന്നെ അച്ഛൻ പറഞ്ഞ എന്തോന്നറിയോ? കല്യാണം കഴിഞ്ഞ് ഏട്ടന് ശ്രീധനമായിട്ട് എന്തോ തരുന്നറിയോ? എന്താണ്? ഒരു വലിയ കാറ്. എനിക്ക് കാറ് വേണ്ട, എനിക്കൊരു സൈക്കിൾ മേടിച്ചെന്നാന്ന് പറ. ഇത്രയും വലിയൊരു കാറ് സൈക്കിൾ നിങ്ങൾ എന്ത് പറഞ്ഞാണ് മനുഷ്യ പറയുന്നത്? എടി പൊട്ടി, നിനക്ക് ശ്രീധനമായിട്ട് എനിക്ക് കാറ് തരുന്നു. പക്ഷെ ആ കാറിൽ പെട്രോൾ അടിക്കണമെങ്കിൽ നിന്റെ കഴുത്ത കിടക്കുന്ന കെട്ടുകാരി അങ്ങോട്ട് വിറ്റാലാണ് എനിക്ക് പെട്രോൾ അടിക്കാൻ പറ്റൂ. ഒരു സൈക്കിൾ ആകുമ്പോൾ കറൻ 2 കാറ്റടിച്ചാൽ പറന്നു പോകാം. മനസ്സിലായ? അത് തന്നെയല്ല, എന്റെ ഫാമിലി എന്ന് വെച്ചാൽ ഇച്ചിരി മൈലേജ് കുറഞ്ഞ ഫാമിലിയാണ്. അപ്പൊ നിന്റെ ശ്രീധരൻ കിട്ടിയിട്ട് വേണം എന്റെ ഫാമിലി ഒന്ന് മൈലേജ് കൂട്ടിയെടുക്കാനായിട്ട്. മനസ്സിലിരിപ്പ് കണ്ടില്ലേ? വല്ലോന്റെ വണ്ടിയിലെ പെട്രോൾ ഊറ്റിട്ട് വേണം നിങ്ങളുടെ വണ്ടിക്ക് മൈലേജ് കൂട്ടാനല്ലേ? നീ പെട്രോളും മൈലേജും ഒക്കെ വിട്. നീ എന്റെ സ്നേഹം വേണ്ടേ മുത്തിന്? പിന്നെ വേണ്ടാതെ എന്നാ താ. എന്തോന്ന്? ആൾക്കാർ വരുന്നതിന് താ. ആൾക്കാരുള്ള പമ്പ പോണിട്ട് എടി സ്നേഹം നിറച്ചു തരാനുള്ള കുപ്പിയാരെ. കുപ്പി മലയാള സിനിമയാണ്, നീ ഇംഗ്ലീഷ് സിനിമ ആക്കല്ലേ കേട്ടോ. പിന്നെ എന്ന് വന്ന് ഈ ചെറിയ കുപ്പി കൊണ്ടുവരുത്തക്ക. അപ്പൊ എനിക്ക് കുറച്ച് സ്നേഹം തന്നുവിടാൻ പറ്റും. നാളെ മോന് വലിയ കുപ്പി കൊണ്ടുവന്നാൽ ഞാൻ കൂടുതൽ സ്നേഹം തന്നുവിടാം കേട്ടോ. പിന്നെ
ഞാൻ എന്നും യവക്ക് ഈ സ്നേഹം കൊടുത്തു വിടുന്ന വിവരം നീ മോലാളി വരും പറയില്ലേലിയാ? എന്നോടോ ബാല, എന്നോടോ? എടാ ഞാനൊരു ചെറുപ്പക്കാരനല്ലടാ. പ്രേമത്തിന് കൂട്ടിയെന്നില്ലെങ്കിൽ എന്താണ്? നാളെ കിണറും കൂടെ എടുത്തോണ്ട് പറഞ്ഞേ. എന്തിന്? അല്ല, ഒരുത്തരം വലിപ്പിക്കുകയോ അങ്ങനെ വലിപ്പിക്കണം. നാളേക്ക് നന്നായിട്ട് നീ അങ്ങോട്ട് പറയില്ലേട്ടാ, നിന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് വിശ്വാസം. നല്ലതാണ് ഇങ്ങനെ കൊണ്ടുപോകണേ. ഒരാൾ നിൽക്കുന്നത് നമ്മൾ സ്നേഹം ഇങ്ങനെയാണ് കൊടുക്കണം. അച്ഛനെ കൂടെ വിളിച്ചാൽ വായിലും കൂടെ ഇങ്ങനെ വിളിച്ചു. ഒരാളിയാ കൊച്ചിന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാൻ വയ്യ. സ്നേഹം കൊടുക്കും. ഞാൻ സ്നേഹം കൊടുത്ത് ഞാൻ കണ്ടോണം. ഞാൻ ഉണ്ടാ നിങ്ങളോടാ. അത് മതിയടിയാ, ഞാനുണ്ട്. ഞാൻ കൂടെ നിന്നാ മതി. അതാ അല്ല മുതലാളി. മുതലാളി അല്ലേ? ഞാനാണല്ലോ. ആണ് മുതലാളി. ആണാണ്ടാ, ഞാൻ പെണ്ണല്ല, എനിക്കറിയാം. ഞാൻ ഒന്നും പറഞ്ഞില്ലേ? ഞാനൊന്നും പറയണ്ട, നീ നേരെ നോക്കി സംസാരിക്കണം. ഇതെന്ത് മുതലാളി ഇങ്ങനെ? പരിപാടിയാണ് ഇപ്പൊ കാണിച്ചത്. ഞാൻ ഒന്നും കാണിച്ചില്ലേ? ഈ പെണ്ണിന് കൊടുത്തത് ഇപ്പൊ? അയ്യോ, ഞാനൊന്നും കൊടുത്തില്ല. ഞാൻ വല്ലതും കൊടുത്താണോ? ഞാൻ കൊടുത്തു മുതലാളി, കൊടുത്തു. ഞാൻ കണ്ടോണ്ടിരിക്കണം. ഞാൻ പല പ്രാവശ്യം കാല് പിടിച്ചു കൊടുത്ത് കൊടുക്കല്ലേ എന്ന്. അവരെടുത്ത് കൊടുത്തു. എന്തിനാ നീ ഇങ്ങനെ ആയി പോയാ? മുതലാളി പ്ലീസ് മുതലാളി, എന്റെ പിറന്നാളായിന്ന് ഒരു മിഠായി തരട്ടെ. എനിക്ക് മധുരം കഴിക്കാൻ പറ്റില്ല, ഷുഗറിന്റെ അസുഖമുള്ള. പിന്നെ ഞാൻ എന്നാ വാങ്ങിച്ചു തരണം? ഒന്നും വേണ്ട, എനിക്ക് ഇവന്റെ സ്നേഹം മാത്രം മതി. എന്റെ സ്നേഹവും ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വേണ്ട. നീ എന്റെ പമ്പിൽ നൂറ്റി കൊടുത്തില്ലേ ഇപ്പൊ സ്നേഹാന്നും പറഞ്ഞു. നീ അത് അവിടെ വെച്ചിട്ട് പോയാ മതി. പെണ്ണേ, ആ സാധനം വെച്ചേ. സാധനം പേടി പെട്രോൾ അല്ലല്ലേ എന്റെ സ്നേഹവും മോളാളി തട്ടിത്തെറിപ്പിച്ച സ്നേഹം മര്യാദക്കെല്ലാം കണ്ടല്ലോ. ഇതിനൊക്കെ ഞാൻ ഒരൊറ്റ കയറ്റി വെച്ചതുണ്ടല്ലോ. എന്നാ പിന്നെ നമുക്ക് കാപ്പ് കുടിച്ചിട്ടിരുന്നാലും. ഒന്ന് പൊക്കേടാ, ഞാൻ നോക്കിക്കോളൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. മലയാളിയാ എന്റെ കൂടെ എപ്പോഴും ഒരാൾ വേണം. ഇവിടെ എങ്ങനെയെങ്കിലും ബാക്കിയുള്ള പെട്രോളിന് വില കൂടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവനൊക്കെ. നമുക്കേ ഇന്ന് ഈ പമ്പിൽ വരുന്ന ആൾക്കാർ അവരുടെ പ്രതികരണങ്ങളാണ് എടുക്കേണ്ടത്. നീ ആ ക്യാമറ ഒന്ന് ഓൺ ചെയ്തേ. നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? കേരള സർക്കാരിനോട് ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയുന്നു. കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുമ്പോൾ കേരള സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയുന്നു. ജനങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരോട് എന്ത് പറയും എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ. എന്ത് ചെയ്യും? നമുക്ക് ജനങ്ങളുടെ പ്രതികരണത്തെ കുറിച്ച് അറിയാം. ചേട്ടാ, നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഞാൻ ഈ വർദ്ധിച്ചു വരുന്ന ഇന്ധന വിലയെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി വന്നാണ്. ചേട്ടന്റെ അഭിപ്രായം എന്താണ്? വില ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് കാരണം ഞാൻ വിചാരിച്ച് ഈ ബൈക്കങ്ങ് വെച്ചിട്ടേ ഒരു ഇലക്ട്രിക് ബൈക്ക് വാങ്ങിച്ചായിരുന്നു വിചാരിച്ചു. എന്നിട്ട് അത് മേടിച്ചില്ലേ? മേടിച്ചില്ല. അതെങ്ങനെ മേടിക്കും? ഇനിയിപ്പോൾ ഞാൻ ഇലക്ട്രിക് ബൈക്ക് മേടിച്ച് വരുമ്പോഴേക്കും കറണ്ട് ചാർജ് കൂട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ആ പ്ലാനാണ് കളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? എന്ത് ചെയ്യാൻ, ഞാൻ വീണ്ടും പെട്രോൾ അടിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു അല്ലേ? പെട്രോളിന്റെ വില വർധന മൂലം നാട്ടിൽ പലതരം പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ വരുന്ന ജനങ്ങളുടെ പ്രതികരണങ്ങളാണ് അറിയേണ്ടത്. ഇവർക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് നമുക്ക് അറിയാം. ഇവിടെ ഒരു ചേട്ടനുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കാം. പമ്പിലെ ജീവനക്കാരനാണെന്ന് തോന്നുന്നു. ചേട്ടാ, കുറച്ച് മാറിയിരിക്കണേ, പമ്പാണത്. ഓക്കെ ചേട്ടാ, ഈ പെട്രോൾ വില വർധനവിനെ കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷമാണ്. പെട്രോൾ ഇനിയും വില കൂടണോ, മിനിമം ഒരു 500 രൂപയെങ്കിലും എത്തിക്കണേ, അത്ര സന്തോഷം. ആദ്യമായിട്ടാണ് ഒരാൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കണം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നത്. അതെന്താണ് കാരണം എന്ന് നമുക്കൊന്നറിയാം. എന്താണ് ചേട്ടാ കാരണം? ഞാൻ ഈ പെട്രോൾ പമ്പിന്റെ ഓണറാണ്. അപ്പൊ ഇത് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ല, ഇതിന്റെ മുമ്പിൽ കിടന്നിട്ട് ഈ ഷോ കാണിക്കില്ല കേട്ടോ, അങ്ങനെ മാറി കാണിക്കുന്നത്. അപ്പൊ ഇതിനെയും മുതലെടുക്കുന്ന ആൾക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഈ പെട്രോൾ പമ്പിൽ വരുന്ന ജനങ്ങളുടെ പ്രതികരണങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ ഈ പെട്രോൾ പമ്പിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്ത, പെട്രോളിന്റെയും ഡീസലിന്റെയും വില തമ്മിൽ മത്സരിച്ച് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവരമാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് തന്നെ വളരെയധികം വില രണ്ടിനും ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. പെട്രോളിന് 200 രൂപ എത്തിയാണെങ്കിൽ ഞാൻ സത്യമായിട്ട് ഗണപതിക്ക് ഇവിടെ ഒരു തേങ്ങ ഉടയ്ക്കും. അതല്ലേ പെട്രോളിന്റെ വില കൂടിട്ട്. അപ്പൊ പറഞ്ഞില്ലേ എനിക്കിതാ എനിക്കിതാന്ന് നീ കൊറേ നേരം എന്റെ ബാക്കി കൂടെ പാട്ടും പാടി നടക്കണം. നീ ആരാടാ? അത് തന്നെയല്ലേ പിച്ചോട്ടു. ഞാനാണെന്ന് മനസ്സിലായില്ലേ? ഇല്ല. രാമർ. ഗ്രാമളാ? പിന്നെ അവിടെ ഗ്ലാമർ ഇരിക്കുന്നത്? ഓ, ഗ്രാമറൊന്നും അല്ല, രാമർ. ഞാനല്ലേ പച്ചില കൊണ്ട് പെട്രോൾ ഉണ്ടാക്കാന്ന് പഠിപ്പിച്ചത്. ഈ പച്ചിലെന്നൊക്കെ പാല് കിട്ടുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പച്ചിലെന്നൊക്കെ പെട്രോൾ കിട്ടണോ? പച്ചിലെങ്ങനെ പാല് കിട്ടണ? എടാ, പച്ചില കുറച്ച് ആടിന് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ അത് പാല് വരില്ലേ? ആട് പാല് വരുമ്പോ പച്ചില കൊടുത്തിട്ടല്ലേ? അതാണ്. ഇതെങ്ങനെ പെട്രോള്? ഞാൻ അപ്പോഴേ പറഞ്ഞാണ് പെട്രോൾ ഞാൻ വില കുറച്ച് തരാന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഈ ലോകം മുഴുവൻ പറഞ്ഞ് എനിക്ക് തലക്ക് ഭ്രാന്താണെന്ന് ആണല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? അനുഭവിക്കേ. അപ്പോഴും പറഞ്ഞില്ലേ എനിക്കിതാന്ന്.
എന്തായാലും നമ്മൾ വളരെ രസകരമായ കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്രോളിന്റെ വില വർദ്ധിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ചിലരെ നമ്മളിവിടെ കണ്ടു. ഇപ്പോൾ വളരെയധികം വിഷമകരമായ ഒരു വാർത്തയാണ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുതിച്ചുയർന്നു. 20 ടാങ്കുകൾ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ പെട്രോളിനേക്കാൾ 50 രൂപ ഡീസലിന് വർദ്ധിച്ചതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരാളുടെ കൂടെ എനിക്ക് സന്തോഷമാണ്. എന്ത്? കാരണം പെട്രോളിന്റെ വില കൂടുന്നു. അവിടെ അച്ഛൻ പറഞ്ഞെന്തറിയോ, ഞാൻ ഏതോ വലിയ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. മറ്റേ സ്നേഹം. അപ്പൊ പിന്നെ കൂടുന്നതനുസരിച്ച് എന്റെ വില കൂടും. അപ്പൊ ഞങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടക്കും. വീണ്ടും വാർത്തകളിലേക്ക് കിടക്കുകയാണ്. വാർത്ത ഇവിടുന്ന് നമുക്ക് ഇവിടെ തന്നെ നിന്ന് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില 200 കടന്നിരിക്കുകയാണ്. അടിപൊളി. തേങ്ങ ഉടക്കണം. 200 രൂപ എത്തിയ തേങ്ങ ഉടക്കാന്ന് ഞാനൊരു നേർച്ച ഉണ്ടായിരുന്നു. പുകലിലെ മക്കളെ തച്ചു കൂടുതൽ തരാട്ടാ. അത്തർ പോളർ ഒറ്റ ഇറങ്ങി തേങ്ങ എടുക്കണം. ഉടയ്ക്കാൻ പറ്റട്ടെ. ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഉയർന്നുകൊണ്ടിരുന്നിടത്തുനിന്ന് താന്ന് പഴയ രീതിയിൽ എത്തിയിരിക്കുകയാണ്. വീണ്ടും വാർത്തകളിലേക്ക്. വളരെ സന്തോഷമുള്ള വാർത്തയായിരുന്നു. പക്ഷേ നമുക്ക് വീണ്ടും വിഷമുണ്ടാകുന്ന ഒരു വാർത്ത. ഇപ്പോൾ പാചകവാതകം ഗ്യാസിന് വില ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും വിഷമകരമായ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നിർത്തിയിട്ട് വല്ല എനിക്ക് പിള്ളേരെ ഡാൻസ് കാണാൻ പറ്റും. ചേട്ടാ നമസ്കാരം. ഒരു വാക്കൊന്ന് പറയുമോ? ഈ പാചകവാതകത്തിന് വില കൂടുന്നു, പെട്രോളിന്റെയും ഡീസലിന്റെ വില കുറയുന്നു. ചേട്ടൻ എന്താണ് ഇതിനെ കുറിച്ചുള്ള ചാനൽ വിട്ട് രാവിലെ ഒന്നും പമ്പി കിടന്ന് വെറുതെ ചേട്ടാ 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 അയ്യോ ചേട്ടാ, ഒരു സംഭവം പറയാനുണ്ട് ചേട്ടാ. അച്ഛൻ നമ്മുടെ കല്യാണത്തിന് പിന്മാറി. ഡീസലിന്റെയും പെട്രോളിന്റെയും വില കുറഞ്ഞില്ലേ? എടി കുഴപ്പമില്ല, അതിങ്ങനെ മാറിയും മറിഞ്ഞും വരും. ഇടയ്ക്ക് നീ കൂടും. അതുവരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. പിന്നെ അച്ഛൻ ഇപ്പം ഗ്യാസിന് വില കൂടിയുണ്ട്. ഒരു ഗ്യാസുകാരനെ കൊണ്ട് എന്നെ കല്യാണം ഉറപ്പിച്ച് ഞാൻ ആ ചേട്ടനോട് പോവാ. ചേട്ടാ കേറുക. ഇതാ എന്റെ ചേട്ടൻ. നമുക്ക് പോവാ. അപ്പാടെ ഗ്യാസ് കുറ്റിയിടത്തുള്ള അവന്റെ കൂടെ പോണ മോലാളി. ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ വെച്ചിരുന്ന പെണ്ണാണ് ഗ്യാസിന് വില കൂടിയെന്ന് പറഞ്ഞൊരു ഗ്യാസുകാരൻ്റെ കൂടെ പോണേ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും മോലാളി? നീ ഒന്നും ചെയ്യണ്ട. ഇതാടാ പണ്ടുള്ളവര് പറയണത്. ഗ്യാസും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി.